സോ ഫോർമുല വണ്ണിൽ ബ്രേക്ക് ബയാസ് അല്ലെങ്കിൽ ബ്രേക്ക് ബാലൻസിങ് എന്ന് പറയുന്ന ഒരു ടൈം ഉണ്ട്. അത് ഈ റേസ് ക്വാളിഫയിങ്ങിൽ അല്ലെങ്കിൽ GP ഇടയിൽ ടീംസ് ഉപയോഗിക്കുന്ന ഒരു ടൈമാണ്. ബ്രേക്ക് ബയാസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മളെ കൊമേഴ്ഷ്യൽ കാർസ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാർസിനൊക്കെ ABS, ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. പക്ഷെ ഫോർമുല വണ്ണിൽ ABS ബാൻഡ് ആണ്. അപ്പം നമ്മുടെ ഫോർമുല വണ്ണ് റേസിങ്ങിനിടയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേന് ആ ഒരു ബ്രേക്ക് ടയറിൽ നിന്നൊരു വൈറ്റ് സ്മോക്ക് വരുന്നതാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് സഡൻലി എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേന് ആ വീല് ലോക്ക് ആയിട്ട് ആ ട്രാക്കും വീലും തമ്മിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കാരണമാണ് വൈറ്റ് സ്മോക്ക് ഉണ്ടാകുന്നത്. സോ നൗ കമ്മിങ് ടു ദ ബ്രേക്ക് ബയസ്. ബ്രേക്ക് ബയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ റേഷ്യോ ബിറ്റ്വീൻ ദ ഫ്രണ്ട് ബ്രേക്സ് ആൻഡ് ദ റിയർ ബ്രേക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുല വണ്ണിൽ കാറുകളിൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 വീലിലേക്കും ബാലൻസിങ് ആയിട്ടല്ല ബ്രേക്ക് അപ്ലൈ ആകുന്നു. അവിടെ ഫ്രണ്ട് സെറ്റ്സ് ഓഫ് ബ്രേക്കിലേക്ക് സെപ്പറേറ്റ്ലി, റിയർ സെറ്റ് ഓഫ് ബ്രേക്സിലേക്ക് സെപ്പറേറ്റ്ലിയാണ് ബ്രേക്സ് അപ്ലൈ ആകുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ട് ബ്രേക്സിലും റിയർ ബ്രേക്സിലും ഡിഫറെൻ്റ് ആയിട്ടാണ് ബ്രേക്സ് അപ്ലൈ ആകുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പം പറയുക, ബ്രേക്ക് ബയാസ് എന്ന് പറയുന്നത് 70% എന്ന് പറയുവാണെങ്കിൽ, അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 70% ഫ്രണ്ട് ബ്രേക്സിലാണ് പോകുന്നത്, ബാക്കി 30% റിയർ ബ്രേക്സിലേക്ക് വരുന്നത്. സോ ബ്രേക്ക് ബയസ് എന്തുകൊണ്ട് F1 ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ബ്രേക്ക് ബയസ് ഞാൻ ഫ്രണ്ടിൽ 70% എന്ന് പറഞ്ഞു. അപ്പൊ അത്ര 70% ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രണ്ട് സെറ്റ്സ് ഓഫ് ടയേഴ്സിൽ നമുക്ക് കൺട്രോൾ ഉണ്ടായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. പക്ഷേ ടേൺ എടുക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഇതിന്റെ റിവേഴ്സ് നോക്കുക. ഇപ്പൊ ഞാൻ പറയാം, റിവേഴ്സ് ബയസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് റിയർ ടയറിലാണ് കൂടുതലായിട്ട് ബ്രേക്കിംഗ് അപ്ലൈ ആവുന്നുണ്ട്. ഇപ്പം റിയർ സൈഡിലാണ് 70%, ഫ്രണ്ട് സൈഡ് കുറച്ചുകൂടെ ഫ്രീ ആവും, നമുക്ക് ടേൺ എടുക്കാൻ എളുപ്പമാണ്. പക്ഷെ ബാക്ക് സൈഡ് എന്താവും, അപ്പോഴത്തേനും ലോക്ക് ആവും. ലോക്ക് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ലിപ്പ് ആവും. സോ ഒരു ഫോർമുല വൺ ട്രാക്കിൽ എപ്പം ഫ്രണ്ട് ബയസ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ സ്പീഡ് കോണേഴ്സ്, അവിടെ നമുക്ക് ടേണിങ് ലിമിറ്റഡ് ആയിരിക്കും, പക്ഷെ പെട്ടെന്ന് ആ ടേൺ എടുത്ത് പോകാൻ പറ്റില്ല. പക്ഷെ റിയർ ബയസ് ഉപയോഗിക്കുന്നത് സ്ലോ കോണേഴ്സിലാണ്, അതായത് ഇപ്പോൾ ഹെയർ പിൻ കോണേഴ്സിലൊക്കെയാണ് റിയർ ബയസ് ഉപയോഗിക്കുന്നത്. സോ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് പാർക്ക് ഫ്രം എ കണ്ടീഷൻ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഈ ഐ ബട്ടണിൽ കൊടുക്കാം. സോ ഈ പാർക്ക് ഫ്രം എ കണ്ടീഷൻസിൽ വലിയ പാരാമീറ്റേഴ്സ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതിൽ ചില കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് ഈ ബ്രേക്ക് ബയസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ അത് ഗരാജിൽ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രൈവറിന്റെ സ്റ്റിയറിംഗിൽ അതിനുള്ള ഓപ്ഷൻ, അതിനൊരു ബട്ടൺ ഉണ്ട്. ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു നല്ലൊരു സമ്മർ ടൈമിൽ നടക്കുന്ന ഒരു ക്വാളിഫയിങ് ആണെന്ന് വെച്ചാൽ, ആ ക്വാളിഫയിങ്ങിൽ ഡ്രൈവർ ഓരോ ടേൺ അനുസരിച്ചിട്ട് ബ്രേക്ക് ബയസ് സ്വിച്ച് ചെയ്യും, അതായത് റിയർ ബയസും ഫ്രണ്ട് ബയസും സ്വിച്ച് ചെയ്യും. അതുപോലെ തന്നെ ഒരു റേസ് ഡേയിൽ കാറിന്റെ വെയിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു വരും, അതായത് ഫ്യൂല് ബേൺ ആയി തീരുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ടയറിന്റെ ഗ്രിപ്പ് തേഞ്ഞ് വരും. അപ്പൊ ഇതൊക്കെ കാരണം കൂടി ഡ്രൈവേഴ്സ് ബ്രേക്ക് ബയസ്, ബ്രേക്ക് ബാലൻസ് അടിക്ക് കൂടെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും, F1 ഒരു സ്റ്റിയറിംഗ് വീലിൽ കുറെ ബട്ടൺസ് ഉണ്ട്, കുറെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ. അപ്പം അതിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ ഫോർമുല വണ്ണിന്റെ ഒരു സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.